ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. കണിയില അപ്പൊ കണിയില കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മാസത്തിലാണ് നമ്മൾ തിന്നല്ലേ. ഈ കർക്കിടത്തില് ഇത് തിന്നണ പിന്നെ നല്ല ഈ കർക്കിടക ഇല്ലാത്ത ടൈമിൽ ഇത് തിന്നണ്ട. ചൂട് ഭയങ്കര ഈട്ട് സാധനം ബോഡിക്ക്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയ കൊണ്ട് നമ്മൾ ഇതിനെ ക്ലീൻ ആക്കണത് കൊറേ ഉണ്ട്. ഇതിന്റെ തോല് ഇത് ഇങ്ങനെ എടുക്കണം. ഇതിലൊരു മുള്ളു പോലത്തെ ഉണ്ട്, കുത്തുവോ അതിനെ കൊണ്ടാണ് ഈ തോല് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കുന്നത്. മുള്ളു പോലത്തെ കുത്തുന്ന കൊണ്ട് ഞാൻ കഴിക്കാൻ ഇത് ഇങ്ങനെ നമ്മൾ തോലെടുത്ത് വെച്ചാലുണ്ടല്ലേ ഇത് എത്ര ദിവസം വെള്ളത്തിൽ വെക്കുന്നത്? ഇത് 3 ദിവസം വെള്ളത്തിൽ 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ദിവസം വെള്ളം ചേഞ്ച് ആക്കണം. ദിവസം വെള്ളം നമ്മൾ അരി കഴിക്കിയ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അത് വെള്ളം ചേഞ്ച് ആക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് അത് അരി കഴിക്കിയ വെള്ളമൊന്നും ഇല്ല, ഏത് വെള്ളമായാലും നന്നായിട്ട് അമ്മൻ്റെ പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മള് അരി കഴിക്കിയ വെള്ളം ഇല്ലെങ്കിലും നമ്മള് പച്ചവെള്ളം വെച്ചിട്ട് വെച്ചാലും മതി. പിന്നെ ഇതിന് കറിയാക്കുമ്പോ നമ്മള് പരിപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ ചെറുപയറോ മമ്പയറോ കടല നല്ല ടേസ്റ്റ് ഉണ്ടോ. മുതരന്റെ അപ്പുറം ഇട്ടിട്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. മുളപ്പിച്ചിട്ട് എനിക്ക് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് എന്താ ഒരാൾ കയ്യിന്റെ ഉറയിലിട്ടിട്ട് മുറിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഇതിനെ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് മുറിച്ചിട്ട് അച്ചാറും ഉണ്ട് അല്ലേ. നമ്മുടെ അണിയുടെ വീട്ടില് കന്യന്റെ അമ്മമ്മ ഇത് നമുക്ക് ടേസ്റ്റ് ഒക്കെ കൊടുത്തിട്ടില്ലല്ലോ. ഇതിവിടെ മുറിച്ചെടുക്കും. അറിയാമോ ഇത് പശു തിന്നാലും ചത്തുപോകും. ഇത് പോയസണ്. ഈ തോട് പശുവിനൊന്നും തിന്നുമ്പോഴല്ലാതെ കൊണ്ടെടുത്ത് പൊഴിച്ചിടണം. പിന്നെ പശുക്കളോ ഉണ്ടാക്കുന്നത് ചത്തുപോകും. ഇതിന്റെ തോല് നമ്മൾ ഇങ്ങനെ ചെത്തിട്ടാവുമ്പോ ഇതിന്റെ തോല് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് കർക്കിടം എന്ന് പറഞ്ഞാല് ഇവിടെ ആട്ടി തിരുകല്ലെന്ന് പറയും. അല്ല കണ്ണെടുത്തത് അത് കണ്ണെടുത്തത് ആശാല. ഇവിടെ പൊതുവെ പറയുന്നത് ഞാൻ ജനിച്ചപ്പണി ആട്ടി മാസം കൊണ്ട് ആടി മാസം കൊണ്ട്. അപ്പോ ആടി മാസം വരുമ്പോ ഏത് കളറിന്റെ ജ്യൂസ് കുടിച്ചാലും കളർ വരുന്നില്ല. ആ ചപ്പ് ഇട്ടിട്ട് നമ്മളൊക്കെ വീടിയാക്കാം. ഇത് കണ്ട വട്ടത്തിൽ ഇങ്ങനെ മുറിക്കണം. റിംഗ് ആയിട്ട് വരുന്നു. മിന്നു നോക്കണതല്ലേ ആടിമാസത്തില് ഈ കർക്കിടക മാസത്തിലല്ലേ പത്രോട പറഞ്ഞ അതിന്റെ മരച്ചേമ്പിന്റെ ഇല കൊണ്ടുവന്ന് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അതില് അരി ഇതിൽ മിക്സ് ആക്കിയിട്ട് അരിന്റെ പൊടിയിലോ അല്ല അരി അരച്ചിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് എന്ത് ചപ്പുണ്ട് വായല്ല നല്ലോണം കൈക്ക് ഈ ആരുണ്ടാവും. ഇതിന്റെ ആരിതാ ഇത് കുത്തുന്നു. കമ്പിളി കുസിന്റെ രോമം കുത്തുന്ന മാതിരി കുത്തുന്നു. അതിനെന്നെ ഈ ബ്ലൗസ് ഇട്ടാന്ന് പറഞ്ഞു. വേണ്ട, ഇത് ഇനിയിപ്പോ ആയല്ലേ. നല്ല മൂക്കാത്ത കൊണ്ട് നല്ല മുറിക്കാൻ നല്ല ഇഷ്ടമുണ്ടല്ലേ. ഒരു റോള് ഇങ്ങനെ ചുരുട്ടിട്ട് എടുത്താ മതി. ചക്കരെല്ലാം ഇത് വിൽക്കുന്നുണ്ട്. നല്ല വില. ഭയങ്കര ഈ ടൈമൊക്കെ എല്ലാം വിൽക്കും. പൊതി
ഉണ്ടാവും. 50 റുപ്യ 60 റുപ്യ പറയും. അതെ, അത് നമ്മള് ഇവിടെ കൊടുന്നിട്ട് അതിന്റെ വെള്ളത്തിൽ പൊതി അയച്ചു നോക്കാൻ നേരത്തെ അത് ചിലപ്പോ ഇത് മൂത്തതുണ്ടാവും, പിന്നെ നല്ലത് ഉണ്ടാവില്ല. എന്നാലും എല്ലാരും മേടിക്കൂ, ടൂറിസ്റ്റ് പ്ലേസ് ആൾക്കാരെല്ലാം മേടിക്കൂ. കൊറേ ആൾക്കാര് ദിവസം കാണും അവിടെ വിറ്റോണ്ടിരിക്കും. പിന്നെ കുമ്മലിന്റെ സീസൺ ആയാലും കുമ്മലും ഉണ്ടാവും, മുട്ട കുമ്മല്. പിന്നെ ഒരു നണ്ടിന്റെ സീസൺ ഉണ്ട്, കളറുണ്ട് വെക്കുന്ന മാല മാലാക്കിട്ട്. ഇതേ സീസൺ ഇതന്നെ വിറ്റോണ്ടാവും. അപ്പൊ അപ്പം മുറിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ മുറിച്ചിട്ട് എനിക്ക് സുസ്താകുമ്പോ ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് കൊടുന്നത് யாரு அப்பு கொடுத்தாதானே? അതെ, അപ്പൊക്ക് ലീവല്ലേ? കൊറേ ദിവസമായല്ലേ കണിയിലെ കാണാണ്ട്. അല്ല ഇതില് അച്ചാറും ഇടുന്ന് പറയണല്ലേ? അച്ചാറിടൂ. ഇതില് എങ്ങനെ അച്ചാറിടുന്നത് അറിയില്ല. ചെറുങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കണിയിലെ കൊണ്ടുവരും. ചെറിയ ഇവന്റെ അങ്ങനത്തെ കുട്ടികളായിരിക്കുമ്പോ കുറോർ കെട്ട് കണിയില് കൊണ്ടുവരും. ഈ വേറാത്തവർക്കെല്ലാം രണ്ട് കൊടുക്കും. ഞങ്ങളും എടുക്കും. ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് ഇങ്ങനെ മുറിച്ചിടാൻ വലിയ ഇഷ്ടം. തുളുക്കാരുണ്ട്, അവർക്ക് മുഖ്യമായിട്ട് ഇത് വേണം. ഇതെല്ലാം കിട്ടിയാൽ വലിയ ഇഷ്ടം. അപ്പൊ അവർക്കും കൊടുക്കും, ഞങ്ങളും ആക്കും. എങ്ങനെയാണ് അവരുടെ അടുത്ത് ചോദിക്കും ഇത് കറി വെക്കുന്ന. 3 ദിവസം വെള്ളത്തിലിടും. ഫസ്റ്റത്തെ വെള്ളം കളയാം. അല്ല 2 ദിവസത്തിൽ ഇടണമെങ്കിൽ ഇറങ്ങി പോണ വെള്ളം ഉണ്ടല്ലേ, തോട് ഈടെ അടുത്തുണ്ടല്ലേ, ആ വെള്ളത്തില് ഒരു തുണിയിലിട്ടിട്ട് കെട്ടിയിട്ട് എന്താങ്കിലും ഒരു കമ്പത്തിൽ കെട്ടി വെച്ചാൽ വെള്ളത്തിലേ ഇരിക്കണം ഈ പൊതി. ഇതിന്റെ ഇതെല്ലാം അത് അടിച്ചു കൊണ്ടുപോകും. പിറ്റേന്ന് കറി വെക്കാം. അതിന്റെ ഇതെല്ലാം കലഞ്ഞു. അങ്ങനെ നമ്മളെ വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്നെങ്കിൽ 3 ദിവസം. കടല ഇട്ടിട്ട് ഞങ്ങൾ കറിയിലെത്തുന്നത്. കടലയാണ് ഇതിന് ഒന്നാമത്തത്. പിന്നെ ഒന്നും ഇട്ടിട്ട് ഞങ്ങൾ കറി വെച്ചിട്ടില്ല. പരിപ്പും ഇട്ടിട്ട് വെക്കാത്ര, ചെറുപയറിട്ടിട്ടും വെക്കാത്ര. പിന്നെ ഇങ്ങനെല്ലാം ഉണ്ട്. ഇത് ചെറുപയറെല്ലാം ഇട്ട് വെക്കുന്ന എന്തിനു പറഞ്ഞ കൊഴുപ്പ് കിട്ടും. ഇത് സെപ്പറേറ്റ് ഉണ്ടാവല്ലേ, ഇത് കഷ്ണം അതിന് അങ്ങനെ നമുക്ക് മുദ്ര മുളപ്പിച്ചിട്ട് അതാവും. ഇവിടെ ഉണ്ട്, മുദ്ര ഉണ്ട്. അതെത്ര ദിവസം മുളപ്പിക്കാറ്? 3 ദിവസം ഇല്ല, ഇന്ന് വെള്ളത്തിൽ ഇട്ടാല് 4 കെട്ടി വെക്കാം. കെട്ടി വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോ ഇത് കറി വെക്കുമ്പോ അത് റെഡിയാവും. അങ്ങനെ അവർക്ക് മുഖ്യപ്പാ. നമ്മൾ ഇത് കേറാക്കുള്ള ഒരു തെരഞ്ഞു പോകും. അതല്ല ഈ സമയത്തെ പറഞ്ഞത് കവർ സംക്രമണം. ഇല്ല, അത് കഴിഞ്ഞാല് അല്ല പറയണത്. അവർ പറയുന്നത് കന്നഡക്കാരൻ, മുളത്തുമ്പ് പറയുന്നത് മലയാളക്കാരൻ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരു ഭാഷ. ഒരു കൊടകമറി എന്ത് പറയൂ പറഞ്ഞാല് എന്തോ പറയൂ, ബെമ്പള. ബെമ്പള അവര് പറയുക ബെമ്പള പറയാറ്. എന്താ മതി കരിവെപ്പ ബെമ്പല ഉണ്ട്. അവർക്ക് ബെമ്പള കടുംപിട്ട്, ബെമ്പള കറിയാക്കിട്ട് കടുംപിട്ടാക്കിയാൽ ഭയങ്കര വിശേഷം. കൈറൊട്ടി, കടുംപിട്ട്, പന്തിക്കറി കടുംപിട്ട്. ഈ പന്നിറച്ചാക്കിയാൽ കടുംപിട്ടാക്കും അവര്. മാത്രം അവർ ആക്കുന്നത് ഒരു ടേസ്റ്റേ വേറെ. ഇത് ഞാനത് തിന്നു. കണിയിലെയോ പിന്നെ കൈറൊട്ടി ആക്കിട്ട് ഒരു അവ ഉണ്ടായി അവിടെ. അവരുടെ അടുക്ക് നമ്മള് പോകുമ്പോ തന്നിന്. അത് ചെറുതില് ഒരിക്കൽ എനിക്ക് തീയില് കണ്ണലില് ചുട്ടിട്ട് റൊട്ടി കൊടുത്തു. അതെ, കൈറൊട്ടി നല്ല ഇത് പപ്പടം പോലെ മാതിരിയുള്ള പൊന്തോ. എത്ര തിന്നാനാവും. അങ്ങനെ നമ്മളൊരിക്കൽ ആക്കിട്ട് കല്ലുമാതിരി ഉണ്ട് റൊട്ടി ആക്കിട്ട്. ആക്കാൻ അറിയാത്തവരാക്കുമ്പോ അങ്ങനെ ഉണ്ടാവും. എത്ര ഇത് മുറിച്ചിട്ടല്ല? അപ്പ
ആ ഗീത വന്നുകൊണ്ട് വേഗം മുറിച്ച് തീർത്ത് ഞാനങ്ങനെ ഇതിന് മേലത്തെല്ലാം ചെത്തി ചെത്തി ഇങ്ങനെ ചെത്തിട്ടെടുത്ത സൈഡ് ഞാൻ വെച്ചത് എല്ലാം അങ്ങനെ നേരത്തെ മുറിക്കാനുണ്ടായിരുന്നോണ്ട് ഇത്രയല്ല ഇതിപ്പോ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഇന്ന് ഒഴിച്ചു വെച്ചാൽ പിന്നെ മുതിര എണ്ണ വെള്ളത്തിലിട്ടുകല മുതിരയും വെള്ളത്തിലിട്ട് നല്ല കുതിർന്നിട്ടുണ്ടെങ്കിൽ നാളെ കെട്ടല്ലേ ഇത് മുതിര എന്തിനു പറഞ്ഞാ മുളപ്പിക്കുന്ന പറഞ്ഞാല് ഇതും ചൂട് മുതിരയും ചൂടല്ലേ? മുതിര ഭയങ്കര ചൂടല്ലേ? നമ്മളെല്ലാം മുതിരക്കറി തിന്നലുണ്ടാ ഇവിടെ? എപ്പോ എനിക്ക് ഓർമ്മയില്ല. അമ്മ എല്ലാം ഫസ്റ്റ് ആക്കി കൊടുക്കണ്ടേ, നല്ല അതിനെ കെട്ടി മുളപ്പിച്ചിട്ട് അതെല്ലാം കല്ലെല്ലാം എടുക്കും. പക്ഷെ എനിക്കത് അറിയില്ല കല്ലെടുക്കാൻ. അതിനെ കൊണ്ട് മുതിരയെ കൊണ്ട് അവിടെ ഉണ്ടല്ലേ കെട്ട് കെട്ട് നമ്മളെ വിനീഗർ അതെല്ലാം ഒഴിക്കുമല്ലേ, അതെല്ലാം ഒഴിച്ചിട്ടാകുമ്പോ നല്ല പാകത്തിൽ ഇത് കറുമുറുന്ന് തിന്നാൻ ഇത് ഇത്ര വേണം. ഒരു അച്ചാറിടാം നമുക്ക് അല്ലേ? ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കഷ്ണാക്കിട്ട് അച്ചാർ. പിന്നെ ഇതിന് കൊത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അച്ചാറിടൂ. അത് കടിക്കാൻ കിട്ടില്ല. കടിക്കാൻ കിട്ടില്ല. അച്ചാറിടണമെങ്കിൽ ഇപ്പോഴും ഇടണം കറക്കടത്തില്. പിന്നെ അത് മൂത്ത് പോകും. പിന്നെ ഇങ്ങനത്തെ കിട്ടൂല. അതെ ഇങ്ങനത്തെ കിട്ടില്ല. ഇപ്പൊ പല്ലൊന്നും വെച്ചിട്ടില്ല. ഇന്ന് 2-ാം ദിവസമല്ലേ കണിയില്ല? അതെ. അപ്പൊ നമ്മൾ ഇന്നലെ ഇത് മുറിച്ചിട്ടപ്പാട് ഈ മുതിരനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. മുതിര നല്ല കുതിർന്നു. അപ്പൊ ഇതിനെ നമുക്കിനി ഒരു തുണിയിൽ വെച്ചിട്ട് കെട്ടിട്ട് കല്ല് കയറ്റി വെക്കണം. എന്നാലേ അത് മുള വരുള്ളൂ. അപ്പൊ നമുക്ക് അത് ആക്കാന്ന് പറഞ്ഞിട്ട് അത് കെട്ടി വെക്കാം. കെട്ടി. ഇതിപ്പോ കെട്ടി എത്ര ദിവസത്തിന് മുളക്കും? 2 ദിവസം വേണം. 2 ദിവസം. നാളെ മറ്റന്നാൾ. അപ്പൊ ഈ കണിയില വെള്ളത്തിൽ കുതിരാണ് കറക്റ്റാണ്. അപ്പൊ നമുക്ക് ഇതാക്കാം. മുള വന്നു കഴിഞ്ഞാൽ അത് കഴുകാൻ അത്ര ഇതാവില്ല. നല്ല പാങ്ങല് കഴുകിട്ട് നമുക്ക് ഒരു തുണിയില് ഇടാം. നല്ല വൃത്തിയുള്ള തുണിയിൽ ഇട്ട് കെട്ടി വെക്കല്ലേ? അതിനാണ് ഞാൻ മേലനേ എടുക്കുന്നത്. അപ്പൊ ഇത് നമുക്കിഞ്ഞ് നല്ലോണം ഒന്ന് കെട്ടി വെക്കാം. നല്ല വൈറ്റ് കെട്ടിയിട്ട് തലപ്പുണ്ടെങ്കിൽ ചുറ്റി കെട്ടിയാൽ മതി. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു കല്ല് കെട്ടിയിട്ട് വെക്കാം. അപ്പൊ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് കല്ലിന്റെ മേലെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചാ മതി. ഇനി മുതിര എണിച്ച് എവിടെ ഓടാൻ പാടില്ല. അങ്ങനെ വെക്കല്. അപ്പൊ അത് മുളച്ചിട്ട് നല്ല പാങ്ങലാക്കാണില്ല. അതെ, നമുക്ക് ഊറ്റി കളയണം. അതെ, വെള്ളം ഊറ്റി കളയാം. കളർ നോക്കി ചേഞ്ച് ആയിട്ട് കളറെല്ലാം നല്ല ചേഞ്ച് ആയി. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെള്ളം ഊറ്റി കളയാം. ഫുള്ള് വെള്ളം ഒഴിച്ച് വെക്കണം. മുളയ്ക്കാൻ വെച്ചല്ലേ മുതിര, അത് കറങ്ങി അത് നമുക്ക് മുളച്ചാ നോക്കാം. മുളത്തുമ്പ് കറി അപ്പൊ കല്ല് കയറ്റി വെച്ചിട്ടുണ്ടായി വേഗം മുളയ്ക്കാന്ന് നോക്കാം. ഇപ്പൊരായിട്ട് വന്നു അത് കണം വെച്ചല്ലേ മേലെ താഴെ ഇറങ്ങിയിട്ടുള്ളത്. കൈക്ക് അതെ, കൈക്ക് നോക്കാലോ. അങ്ങനെ കൊട്ടിവിടെ. അതെ ഇത്ര വരണം ഗീതേ. എന്താ പറഞ്ഞാൽ ഇത്ര വന്നാല് അധികം മുളക് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് ഇത്ര നീളം വന്നാല് അതിന്റെ രുചിയെല്ലാം പോയിക്കളി. ഇത് തുണിയിൽ ഒട്ടിപ്പോയി. അതെ, ഇങ്ങനെ മെല്ലെ എടുക്കണത്. നോക്ക മുള പൊട്ടിപ്പോയി. അതെ, തുണിയിൽ പിടിച്ചു പോയിന്ന്. പൊട്ടി പോകുന്നുണ്ട്.
പിന്നെ എന്ത് മുളത്തുമ്പും മുളപ്പിച്ച മുതിരയും മുറിച്ചിട്ടല്ല വെച്ചല്ലേ മിക്സ് ആക്കിട്ടായാ ഞങ്ങ കുതിരാന് ഇട്ട മുളക്കാമ്പുണ്ടല്ലേ അതും ഇതാ ഇട്ടിന് അത് കൈകിട്ട് രണ്ടും ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം അടുപ്പിൽ വേഗം വെക്കാൻ പറഞ്ഞിട്ട് ഇനി അറവല്ല ഇതിന് കൂട്ടിയിട്ട് അളവായിട്ട് ഇത് മുറിച്ചിട്ടിട്ട് എത്ര ദിവസമായി ഇന്നേക്ക് 3 ദിവസമായി 3 ദിവസം വെള്ളം ചേഞ്ച് ആക്കിയിട്ട് കൈകിട്ട് എടുത്ത് വെച്ചതാ അതിൻ്റെ ഇത് പോകാന് മുതിര എത്ര ദിവസമായി മുതിര ഇന്നേക്ക് 2 ദിവസമായി കുക്കറിൽ വെച്ചാൽ വേഗം വേവും വെന്ത പിന്നെ അറവെല്ലാം ഇട്ട് താഴ്ചിട്ട് ഇറക്കാം നമുക്ക് അങ്ങനെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ മുളക് പൊടി ലേശം വറുക്കണം. തേങ്ങ വറുക്കുന്നത് വേണ്ട. തേങ്ങ വറുക്കാതെ നമുക്ക് തേങ്ങ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ട് ഞാൻ എന്നിട്ട് ഇതിനിപ്പോൾ കുറച്ച് നന്നായിട്ട് വറുക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒന്നിച്ചിട്ട് അരയ്ക്കാൻ നേരത്ത് കുറച്ച് ജീരകം, ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുക്കറിൽ വെച്ചത് വിസിലായിന് ഒരു 5 വിസിലാക്കിന്. 5 വിസിൽ ആക്കിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണിയിലെ കുറച്ച് നല്ല വേവുണ്ടാവും. അതിനായിട്ട് അത് നല്ലോണം ഒന്ന് വെന്താൽ അതിലേക്ക് നമ്മുടെ അരവിട്ടിട്ട് പിന്നെ കടുകെല്ലാം താളിച്ചാൽ മതി. അപ്പോൾ ഇത് കറക്കാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് മുളക് പൊടി വറുത്തതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഇതാ വെളുത്തുള്ളി ഒരു ഇത് 1 ഇടീൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കാൻ നേരത്ത് ഇതിൻ്റെ ഒന്നിച്ചിട്ട് തക്കാളിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളത് നമുക്ക് ബന്ധാന്നൊന്നും നോക്കാം. അതിൽ കുറച്ച് അധികം ഉണ്ടായി, അതിന് ഞാനത് ലേശം മാറ്റി വെച്ചാൽ നമുക്ക് നാളെ വറവ് എന്തെങ്കിലും ആക്കാം. അത് അങ്ങനെയും ആക്കാം. വറവും ആക്കാം. കുറച്ചും കൂടെ വേവാനുണ്ട്. ഇത് കുറച്ചും കൂടെ വേവാനുണ്ട്. ഈ കണിയില എന്താ എത്ര വെന്താലും അത് കറുമുറ ഉണ്ടാവും. നമ്മള് തേങ്ങ വറുക്കാണ്ട് തന്നെ നമ്മളിതാ വറുത്തരച്ച മാതിരി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഇതിന് അപ്പൊ ഇതിൽ ആവശ്യത്തിന്റെ വെള്ളം ഒഴിക്കാം. ഈ ജാറിനെ കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കുറുന്നനുള്ളത് കുറച്ച് ലൂസായിരിക്കും. നല്ല ഇത് കൈറൊട്ടിക്ക് ഇവിടെ കൈറൊട്ടി പറയുമോ? കൈറൊട്ടി എനിക്കും അറിയില്ല ആക്കാന്. ആക്കുന്നവർക്ക് ഇത് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണിയിലെ കണിയിലെയും വെള്ള കടല ഉണ്ടല്ലേ, അത് ഇട്ടിട്ട് കറി വെക്കൂ. അപ്പം അതിട്ടിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കടുക് വറുത്താൽ ഇതിൻ്റെ പണി കഴിയും. ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. നാനേ ആക്കിയതല്ല, ഞാനാക്കിട്ട് നാനേ ടേസ്റ്റ് നോക്കില്ല. ബാലത്തെ ടേസ്റ്റ് നോക്കി പറഞ്ഞ. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കാം. അപ്പൊ ഗീതാക്കിയ കറി, കറിയിലെ കറി, പിന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. മുതിരെല്ലാം ഇട്ടതല്ലേ? ഫസ്റ്റ് കണിയില പറഞ്ഞാൽ മുളക്കാമ്പ്. അതെ, കണിയിലെ കറി റെഡിയായി. ഞാൻ കറണ്ട് പോയ കൊണ്ട് കടുകെല്ലാം വറുത്തിട്ടായി, അതൊന്നും കാട്ടിക്കാനായിട്ടില്ല. അങ്ങനെ കണിയിലെ കറി റെഡി. അപ്പോൾ എല്ലാവരും ടേസ്റ്റെല്ലാം നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മ കറി? കറി സൂപ്പർ ഉണ്ട് മകളെ. ഞാൻ കിടന്നിട്ടുണ്ടായി, തണുപ്പ് അധികല്ലേ. നീ ബർബിയ പാട് എനിക്ക് വേഗം
കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്, തിന്ന് നോക്കാന്ന്. അതെ, അതെ. സൂപ്പർ ആയിട്ടുണ്ട് കറി. സട്ടർ അല്ലേ സട്ടർ 2 ഇട്ടാലും തണുപ്പ് അങ്ങനെയാ പോയിട്ട് കിടന്നേ. അങ്ങനെ പിന്നെ എന്ത് മുളത്തൂമ്പു മുളക്കാമ്പു ആ കറി തിന്നാ പറഞ്ഞിട്ട് ജോലി വന്നു. സൂപ്പർ ആയിട്ടുണ്ട്. അതെ. പാല് വെക്കണേണ്ടാ? നീ വെക്ക്. അപ്പൊ നമ്മള് കണ്ണിലെ കറിയെല്ലാം ആക്കി 2-3 ദിവസം 4 ദിവസമായി വീഡിയോ ആക്കി വെച്ചിട്ട് ഇന്ന് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. മഴക്കാലത്തില് വെച്ചിന് ഞങ്ങൾക്ക് വെച്ചിന്. അപ്പൊ ഗീതന്റെ അച്ഛനെന്ന് വന്നേ, അച്ഛന് നമുക്ക് വെച്ചിട്ടില്ല പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി ഷെയർ ആക്കി സബ്സ്ക്രൈബ് ആക്കി. ബൈ.